ഹായ് ബിലവേഴ്സ്, ശ്രീരാടിൻ്റെ ബർത്ത്ഡേ ആയിക്കൊണ്ട് ഞങ്ങൾക്ക് ലൈവിലൂടെ ഞങ്ങളുടെ സ്വന്തമായി മാറി ഞങ്ങളുടെ ഷേബക്കുട്ടി, കോഴിക്കോടുള്ള ഷേബക്കുട്ടി ശ്രീരാട്ടിന് കോഴിക്കോട് നിന്ന് എറണാകുളത്തുള്ള ഒരു കേക്ക് ഷോപ്പിൽ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്ത് കൊടുത്ത ഒരു കേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഷേബക്കുട്ടി ഒരുപാട് സന്തോഷം. അപ്പോൾ ബിലവേഴ്സ്, നമ്മളുടെ സ്നേഹത്തിന് ചില എന്താ പറയുക നിർവചനങ്ങൾക്ക് അതീതമാണ് സ്നേഹം എന്നുള്ളതിൻ്റെ തെളിവാണിത്. കാരണം ബന്ധങ്ങൾ നമ്മുടെ രക്തബന്ധം, പിന്നെ സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം, പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ കൊളീഗ്സ് ബന്ധം, അയൽക്കാർ ബന്ധം, അതിലൊക്കെ ഉപരിയായി ഇത് യൂട്യൂബ് ലൈവില് അല്ലേ, നമ്മുടെ ഒരു നമ്മുടെ ഒരു ബിലവഡ് യൂട്യൂബ് ലൈവിലാണ് കൂടുതലായിട്ട് ഈ നമ്മുടെ ബിലവഡ് നമ്മൾ കൂടുതലായി നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തത്. പക്ഷെ ആ ലൈവിൽ വന്ന ആ ബന്ധം ഇത്രയും ലൈവ്ലി ആയി മാറിയതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കേക്ക്. പറഞ്ഞു വരുന്നത്, കോഴിക്കോടുള്ള ഞങ്ങളുടെ ഷേബക്കുട്ടി, എനിക്ക് ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹം കോഴിക്കോട് നിന്ന് എറണാകുളത്ത് ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് വീട്ടിൽ എത്തിച്ചു തന്ന ഈ കേക്ക് അല്ലേ. അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? ഒന്നും പറയാനില്ല അല്ലേ? അതിനെന്ത് തോന്നുന്നു? അതായത് വളരെ ഒരു പ്രത്യേകത ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ബന്ധം എന്ന് പറയുന്നത് ബന്ധുക്കൾ മാത്രമല്ല, ഇത് ബന്ധത്തിന്റെ ഏറ്റവും ടോപ്പ് ബന്ധത്തിന്റെ മകളുടെ ഉദാഹരണമാണ് ഷേബക്. അപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനം സ്പെഷ്യലാക്കി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് നടക്കാൻ പറ്റുമ്പോൾ അച്ഛൻ പറഞ്ഞ ആദ്യം പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ വരാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞ അല്ലേടാ ഞാൻ വരാം പറഞ്ഞാണ്. സമയത്രയായി 8:45, 9 പോകുന്നു അല്ലെ. അച്ഛനൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. എങ്കിൽ കൂടി ഈ ഒരു വിവരം ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ അച്ഛനും അമ്മയും വന്നത് അല്ലെ. എവിടെ കത്തിയുണ്ട്? ഏത് ഭാഗത്താണ് അത് കത്തി വെക്കേണ്ടത്? ഹൃദയത്തിൽ കത്തി വെക്കല്ലേ? അങ്ങനെ. Happy birthday to you. Happy birthday to you. Happy birthday dear Philip. And Shabudi, this is for you and Billowers. Thank you. May God bless you dear. May God bless you dear. May God bless you dear. Happy birthday to you. മക്കളെ കൊതി പറഞ്ഞാൽ ഒരാളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തരാം. ക്യാമറമാൻ അനിയനുണ്ട്. ക്യാമറയിൽ പെട്ടുപോയി. ഇനി നമുക്കത് കട്ട് ചെയ്ത് അഭിനോയ് വാ. അഭിനോയ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നിനക്ക് എന്നാ പറയാനുള്ളേ? ഷൈബ എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളി. ആ ബന്ധങ്ങൾ ഇത്രയും വളർന്ന് നല്ലൊരു അടിപൊളി ഗിഫ്റ്റായി നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ബോയിനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു ഫോട്ടോ കേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഫംഗ്ഷൻ നമ്മള് വേറെ രീതിയിൽ ആഘോഷിക്കാൻ അതിൽ ഇത്തിരി കൂടി കളർ ടു ദിസ് ഫംഗ്ഷൻ. അതെ. ഇന്നിപ്പോ ഇവിടെ ഞങ്ങള് മോൻ മാത്രം മിസ്സിംഗ് ആണ്. അത്തു മോൻ ഇല്ല, ഡ്യൂട്ടിയിലായതുകൊണ്ട് അദ്ദേഹം മാത്രം ഇല്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും കളർഫുൾ ആക്കി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അല്ലേ. താങ്ക് യു ഷേബ. താങ്ക് യു ഷേബ. ഷേബമോളെ, എന്റെ മോന്റെ ബർത്ത്ഡേ ഇത്രയും ഗംഭീരമാക്കി. എന്റെ മോളുടെ ഫോട്ടോയും കേക്കും എല്ലാം അമ്മയ്ക്ക് അമ്മ ഇതാണ് ഏതായാലും ഇത്രയേറെ സ്നേഹം എൻ്റെ കുഞ്ഞിനോട്, മൂത്ത മകനോട്
ഈ ശേബക്കുട്ടി കാണിച്ചതില് അതിനുള്ള ഒരു ടോപ്പ് എക്സാമ്പിളായിട്ട് ഇതിനെ കാണുന്നു. സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തേ. ഓക്കേ. ഇനി അടുത്ത ഗിഫ്റ്റുമായിട്ട് കുറെ കുട്ടികൾ അഭിനെ കട്ട് ചെയ്തോ. ഇത് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. താങ്ക് യു ഡിയർ. മതിയോ? എന്റെ നെഞ്ചിൽ ഓപ്പറേഷൻ ചെയ്യാണ് ഇവിടെ. തല തിന്നല്ലേ? തല തിന്നുന്ന ആള് തന്നെ തല പോട്ടെ. എന്റെ തല തിന്നുന്ന ചേച്ചിക്ക് തന്നെ കൊടുത്തേക്കാല്ലേ തല. വീണ്ടും തലയും എന്റെ തലയും ഈ അതിന് എനിക്ക് മോൻ കട്ട് ചെയ്യാൻ ഒരു മടി. അതൊക്കെ ഒരു വലിയ പീസാ. മൂക്ക് വഴി പോട്ടെ. മൂക്ക് കുറച്ച് പരന്നിരിക്കുക. നമ്മള് നല്ലൊരു ഫോട്ടോ ഇത്ര നല്ല ഫോട്ടോ നമുക്ക് ഫോണിൽ പോലും ഇല്ല. ഏതോ സമയത്ത് വന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. ഷേബ നമ്മളറിയാതെ വന്ന് ഫോട്ടോ എടുത്തു നോക്കിയിട്ട് രണ്ടുപേരും അത്തുന് വെക്കുന്നുണ്ടോ ഈ മുഖം? അയ്യോ ഈ മുഖം അത്തുന് കഴിക്കാട്ടോ. നർച്ചും കഴിക്കുക. അത് വെക്കാൻ മറ്റൊരു സാധനം കൂടാണ് ഏതോ സൂപ്പർ അല്ലോ? അത് നമുക്ക് ഷേബോട് ചോദിക്കാട്ടോ. നല്ല കഴിക്കായിരുന്നു അല്ലേ? കഴിച്ചില്ല ഷുഗർ കട്ട് പറയാ. എസ് എന്ന് പറഞ്ഞ ഷുഗർ കട്ട്. അച്ഛാ കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ കഴിക്കുന്ന സ്വഭാവമില്ല. ഈ കേക്കിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഞാനത് ഷേബയുടെ ദീർഘായുസിന് വേണ്ടി ഞാൻ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും വളരെ ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ അടിപൊളി. ഷേബയുടെ സ്നേഹവും കൂടെ ആ കേക്കിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത്രയും നല്ല മനോഹരമായിരുന്നു. അതെ അതെ അതാണ് സംഭവം. ഷേവ നോക്കിയാ കാലിയാക്കിയത് വെച്ചിട്ടുണ്ടല്ലേ? എന്നാ മതി. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു പറയുന്നില്ല, എന്നാലും താങ്ക് യു. ഷേവക്കുട്ടി കലക്കി സൂപ്പർ, ഒന്നും പറയാനില്ല. കാരണം നല്ല ഫ്ലേവർ. ശ്രീജി പറഞ്ഞ പോലെ ആ സ്നേഹം കൂടി അതിന്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം അതിന് ഇരട്ടി മധുരമാണ് എന്തായാലും.